റവ കൊണ്ട് ഇങ്ങനൊരു പലഹാരം നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടോ? നല്ല ക്രിസ്പി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. അതുപോലെ തന്നെ ഇത് കുറേ കാലം സ്റ്റോർ ചെയ്ത് വെക്കാനും പറ്റും. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ? അതിനായിട്ട് ആദ്യം തന്നെ മിക്സറിൻ്റെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1.5 കപ്പ് റവയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നമ്മൾ സാധാരണ ഉപ്മാവിനൊക്കെ ഉപയോഗിക്കുന്ന ആ ഒരു റവയാണ്. വറുക്കാത്ത റവയാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് വറുത്തതോ വറുക്കാത്തതോ ആയിട്ടുള്ള റവ ഉപയോഗിക്കാവുന്നതാണ്. ഗ്രാമിൽ പറയുകയാണെങ്കിൽ 300 ഗ്രാം റവയാണ് എടുത്തിരിക്കുന്നത്. അത് ഇതുപോലെ മിക്സറിൻ്റെ ജാറിൽ ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. ഒരുപാട് മിനുസപ്പൊടിയായിട്ടൊന്നും പൊടിച്ചെടുക്കാൻ വേണ്ടി പറ്റില്ല. ഒരല്പം തരിതരിപ്പായിട്ട് തന്നെയാണ് ഉണ്ടാകുക. അത് അത്ര മതി. ഇതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഏകദേശം 1/2 ടീസ്പൂൺ ഉപ്പാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നെയ്ക്ക് പകരം നിങ്ങൾക്ക് ഓയിൽ വേണമെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ്. പക്ഷെ നെയ്യ് ചേർക്കുമ്പോഴാണ് രുചി ഒന്നും കൂടെ കൂടുന്നത്. ഇതിലേക്ക് 2 ടീസ്പൂൺ കറുത്ത എള്ളും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആദ്യം ഇതെല്ലാം കൂടെ കൈ ഉപയോഗിച്ച് നല്ല പോലെ തന്നെ മിക്സ് ചെയ്തെടുക്കുക. ആ ഒരു നെയ്യൊക്കെ എല്ലാ ഭാഗത്തേക്ക് എത്തുന്ന രീതിക്ക് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തോളൂ. ഇപ്പോൾ ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇത് കുറച്ച് കുറച്ചായിട്ട് വെള്ളം ചേർത്ത് കൊടുത്ത് കുഴച്ചെടുക്കാം. വെള്ളം ഞാനിവിടെ ഇളം ചൂട് വെള്ളമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഏകദേശം ഈ ഒരു കൂട്ട് കുഴച്ചെടുക്കാനായിട്ട് 1/4 കപ്പ് വെള്ളമാണ് എനിക്ക് ആവശ്യമായിട്ട് വന്നത്. പക്ഷെ ഒരിക്കലും നിങ്ങൾ 1/4 കപ്പ് വെള്ളം ആദ്യമേ ഡയറക്റ്റായിട്ട് ഒഴിച്ചു കൊടുക്കരുത്. നോക്കി നോക്കി മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. ഒരു സോഫ്റ്റ് ആയിട്ടുള്ള കൂട്ട് തന്നെയാണ് തയ്യാറാക്കി എടുക്കേണ്ടത്. റവ ആയതുകൊണ്ട് തന്നെ നമ്മളിത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കും. അപ്പോൾ ഇത് കുറച്ചും കൂടെ കട്ടിയായിട്ട് വരും. ഇപ്പോൾ നോക്കൂ, കൂട്ട് നല്ലപോലെ കുഴഞ്ഞു വന്നതിന് ശേഷം ഒരു 2 മിനിറ്റ് നേരം കൈയെടുക്കാതെ നല്ല പോലെ തന്നെ നീഡ് ചെയ്തെടുത്തിട്ടുണ്ട്. കൂട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു രീതിക്ക് കൂട്ട് കുഴച്ചെടുത്തതിന് ശേഷം ഒരു 5 മിനിറ്റ് നേരത്തേക്ക് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. റവ ആയതുകൊണ്ടാണ് ഇതുപോലെ റെസ്റ്റ് ചെയ്യണമെന്ന് പറയുന്നത്. റെസ്റ്റ് ചെയ്ത് വരുമ്പോഴേക്കും ഇത് കറക്റ്റ് പാകത്തിന് ആയി കിട്ടിക്കോളും. ഒരു സെമി സോഫ്റ്റ് ആയിട്ടുള്ള കൂട്ടാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഇപ്പം നോക്കൂ, നല്ല പാകത്തിന് തന്നെ നമ്മളുടെ കൂട്ട് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു രീതിക്കാണ് നമ്മളുടെ കൂട്ട് വേണ്ടത്. ഒരുപാട് വെള്ളമായി പോവാതെ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പം എന്ന് വെച്ചാൽ കുക്കിംഗ് ടൈം നല്ല പോലെ തന്നെ കൂടും. ഇനി ഇതിൽ നിന്നും അത്യാവശ്യം വലുപ്പമുള്ള ഒരു ഉരുള എടുത്തിട്ടുണ്ട്. അതിന് പരത്തിയെടുക്കാം. ഇത് പരത്തിയെടുക്കുമ്പോഴായാലും എണ്ണയോ അതുപോലെ തന്നെ പൊടിയോ ഒന്നും തന്നെ ആക്കേണ്ട ആവശ്യമില്ല. ഒട്ടും തന്നെ പറ്റിപ്പിടിക്കാതെ നമുക്ക് ഈസി ആയിട്ട് പരത്തിയെടുക്കാൻ വേണ്ടി പറ്റും. ഇത് ഒരുപാട് കനം കുറച്ച് പരത്തിയെടുക്കേണ്ട ആവശ്യമില്ല. ഒരല്പം കനത്തിൽ വേണം ഇത് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ദാ ഇതുപോലെ പരത്തിയെടുത്തിട്ടുണ്ട്. കനം ഞാനിവിടെ കാണിച്ചു തരാം. ദാ ഈ ഒരു കനത്തിലാണ് പരത്തിയെടുത്തിരിക്കുന്നത്. അതിനുശേഷം ഞാനിവിടെ ഇതൊരു റെക്റ്റാങ്കിൾ ഷേപ്പാണ് കൊടുത്തിരിക്കുന്നത്. അത് നിങ്ങൾക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റണമെന്നൊന്നുമില്ല കേട്ടോ. ഞാനിതിപ്പോൾ കാണാൻ ഭംഗിക്ക് വേണ്ടിയിട്ട് റെക്റ്റാങ്കിൾ ഷേപ്പിലോട്ട് കട്ട് ചെയ്തതിന് ശേഷം നീളത്തിൽ ഇതുപോലെ സ്ട്രൈപ്സ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ ഒരു ഷേപ്പ് തന്നെ കൊടുക്കണമെന്നൊന്നുമില്ല. ഇഷ്ടമുള്ള ഏത് ഷേപ്പ് വേണമെങ്കിലും തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ദാ ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം നടുവേ ഒന്നും കൂടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞു കുഞ്ഞു സ്ട്രിപ്സ് ആയിട്ട് നമുക്ക് കിട്ടും. ഈ ഒരു രീതിക്കാണ് ഞാനിപ്പോൾ ഇതിപ്പോൾ ഇവിടെ ഷേപ്പ് ചെയ്തെടുത്തിരിക്കുന്നത്. ഇതേപോലെ എല്ലാം തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഒന്നിന് മുകളിൽ ഒന്നായിട്ട് ഇട്ടാലൊന്നും പറ്റിപ്പിടിച്ച് നിൽക്കുകയൊന്നുമില്ല കേട്ടോ. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ നല്ലപോലെ ചൂടായി വന്നതിന് ശേഷം വേണം ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ നമുക്ക് ആ ഒരു പാത്രത്തിൽ ഇടാൻ പാകത്തിന് ഇട്ട് കൊടുക്കാം. അതിനുശേഷം മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടല്ല, മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുത്താൽ മതി. കുറച്ച് സമയം കഴിയുമ്പോഴേക്കും അത് ഇതുപോലെ എണ്ണയുടെ മുകളിലേക്ക് പൊന്തി വരും. ആ ഒരു സമയത്ത് നമുക്കതിങ്ങനെ തട്ടിക്കൊടുക്കാം. അങ്ങനെ തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് നല്ലൊരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ നമുക്കിത് വറുത്തെടുക്കാം. ഇതിപ്പോൾ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കളറാകുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. അത് നിങ്ങൾക്ക് സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാകും. ഇതേപോലെ തന്നെ ഞാനിവിടെ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ തന്നെ വേണമെങ്കിൽ കഴിക്കാം. പക്ഷെ ഞാനിപ്പോൾ ഇവിടെ ഇത് മധുരത്തിലാണ് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പോകുന്നത്. മധുരത്തിനായിട്ട് പഞ്ചസാരയല്ല ഉപയോഗിക്കുന്നത്, പകരം ശർക്കരയാണ് ഉപയോഗിക്കുന്നത്. അതിനായിട്ട് ഒരു പാനിലേക്ക് 1/4 കപ്പ് പൊടിച്ച ശർക്കര ചേർത്തിട്ടുണ്ട്. കൂടെ തന്നെ 1/4 കപ്പിൻ്റെ അടുത്ത് വെള്ളം കൂടെ ചേർത്തിട്ടുണ്ട്. ഗ്രാമിൽ പറയുകയാണെങ്കിൽ ഏകദേശം 120 ഗ്രാം ശർക്കരയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി, ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട. ഇതുപോലെ നന്നായിട്ട് പതഞ്ഞു വരുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊന്ന് അരിച്ചെടുക്കാവുന്നതാണ്. അതിനുശേഷം ഇത് 1 നൂൽ പരുവത്തിനും 2 നൂൽ പരുവത്തിൻ്റെ ഇടക്കായിട്ട് വരുന്ന ആ ഒരു പാകം വരെയാണ് ഇത് തയ്യാറാക്കേണ്ടത്. ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിനായിട്ട് 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടെ ചേർത്തിട്ടുണ്ട്. നല്ല 1 നൂൽ പരുവാവണം. എന്നാൽ 2 നൂൽ പരുവത്തിന് കുറച്ച് മുന്നേ ആയിട്ട് വേണം നമ്മളിത് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. നോക്കൂ, നല്ല 1 നൂൽ പരുവത്തിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഈ ഒരു തയ്യാറാക്കി വെച്ചിരിക്കുന്ന ശർക്കര പാനിയിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന റവയുടെ കൂട്ട് മുഴുവനായിട്ടും തന്നെ ഇട്ട് കൊടുക്കാം. ശർക്കര പാനി തയ്യാറാക്കി ഉടനെ തന്നെയാണ് ഇതൊക്കെ ചെയ്തെടുക്കുന്നത്. റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കരുത്. തയ്യാറാക്കി വെച്ചിരിക്കുന്ന റവയുടെ കൂട്ട് ഒരല്പം ചൂടാറി വന്നതിന് ശേഷമാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇത് നല്ലപോലെ തന്നെ കവർ ചെയ്തെടുക്കാം. തുടരെ ഇതുപോലെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. കുറച്ച് സമയം കഴിയുമ്പോഴേക്കും ആ ഒരു ചൂടൊക്കെ ആറി വരുമ്പോഴേക്കും ഇതുപോലെ കവർ ചെയ്ത് വന്നോളും.
മിക്സ് ചെയ്തുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം, പൊടിഞ്ഞു പോവാതെ നോക്കണം കേട്ടോ. അടിയോളം ഇങ്ങനെ എടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇപ്പം നോക്കി ഇത് പാകത്തിന് റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ചൂടൊക്കെ ആറി വരുമ്പോഴേക്കും നല്ല പോലെ തന്നെ ക്രിസ്പി ആയിട്ട് കിട്ടിക്കോളും. അപ്പോൾ അതാ വളരെ ടേസ്റ്റി ആയിട്ടുള്ള റവ കൊണ്ടുള്ള നമ്മളുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഇരിക്കും കേട്ടോ. അതിന് നിങ്ങൾക്കിപ്പോൾ ഞാൻ പൊട്ടിച്ച് കാണിക്കുമ്പോൾ മനസ്സിലായിക്കോളും. ഒട്ടും തന്നെ സോഗിയൊന്നും ആവില്ല. എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്ത് ഫീഡ്ബാക്സ് ഒക്കെ പറയാൻ മറക്കരുത്. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി കാണാം.